ശരിക്കും നിങ്ങൾ ഈ പോയിന്റ് ഇങ്ങനെ മനസ്സിലാക്കി പോകണം. ഇതിന്റെ ക്രമം വിടാതെ തിരിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം പെട്ടെന്ന് പിടികിട്ടും. അപ്പോ ഇവർ പറഞ്ഞത് എന്താ? ഇവർ പറഞ്ഞത് അള്ളാഹ്ക്കുള്ള ഈ കഴിവുകളൊക്കെ ഇവർക്കുണ്ട്. പക്ഷെ എന്താ വ്യത്യാസം? അള്ളാഹുവിന്റെ ഈ കഴിവുകളൊക്കെ ഏത് കഴിവുകൾ? എല്ലാം കാണുക, എല്ലാം കേൾക്കുക, എല്ലാം അറിയുക, എല്ലാത്തിനും കഴിയുക, എവിടെയും ഉത്തരം ചെയ്യുക, എല്ലാ വിധത്തിലുമുള്ള കഴിവുകൾ അതിന്റെ ഉടമ, അതൊക്കെ അള്ളാഹ്ക്കുള്ളത് തന്നെയാണ്. പക്ഷേ അതൊക്കെ മഹാത്മാക്കൾക്കും ഉണ്ട്. പിന്നെ ഒരു വ്യത്യാസമുള്ളൂ. എന്ത്? അള്ളാഹുടെ കഴിവുകളൊക്കെ അള്ളാഹുവിൽ സ്വന്തമായി തന്നെ ഉള്ളതാണ്, മറ്റുള്ളവർക്കൊക്കെ അള്ളാഹ് കൊടുത്തതാണ് എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ യാതൊരു തകരാറും വരൂല എന്നാണ് ഇവിടെ സഖാഫിമാര് പഠിപ്പിച്ച നൂതനമായ തൗഹീദ്. അവരെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ, കാലങ്ങളായി നമ്മുടെ സമൂഹത്തിന്റെ മുമ്പിൽ ജനങ്ങളെ ശിർക്കിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി അവർ കൊണ്ടുവന്നിട്ടുള്ള ഏറ്റവും വലിയ ദുർവ്യാഖ്യാനമാണത്. എന്ത്? അള്ളാഹ്ക്ക് ഇപ്പൊ എന്തേ മറ്റുള്ളവരെക്കാൾ പ്രത്യേകതയുള്ളൂ? അള്ളാഹ്ക്ക് സ്വയം കഴിവുണ്ട്. അള്ളാഹുവിന് സ്വന്തമായി കഴിവുണ്ട്. സ്വയം പര്യാപ്തനാണവൻ. മറ്റുള്ളവരൊക്കെ അള്ളാഹ് കൊടുത്ത കഴിവേ ഉള്ളൂ. അതങ്ങോട്ട് പറഞ്ഞാൽ മതി. എന്നാ പിന്നെ ബാക്കി പിന്നെ അള്ളാഹിന്റെ എല്ലാ കഴിവും ഇവർക്കും പറയാം. എന്തേ പ്രശ്നമുള്ളൂ? അള്ളാഹ് കൊടുത്തതാന്ന് പറഞ്ഞാൽ മതി. ബുദ്ധിയുള്ള ഉമ്മമാരെ, ഉപ്പമാരെ, നിങ്ങൾ ആലോചിക്ക്. എങ്കിൽ ഈ രൂപത്തിലാണ് ശിർക്കും അല്ലാത്തതും വേർതിരിക്കുന്നതെങ്കിൽ അറേബ്യൻ മുശ്രിക്കുകളിൽ എന്ത് ശിർക്കാണ് നമുക്ക് കണ്ടെത്താനാവുക? കാരണം അറേബ്യൻ മുശ്രിക്കുകളോട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കി ചോദിച്ച ചോദ്യമല്ല, അള്ളാഹ് പഠിപ്പിച്ചു കൊടുത്ത ചോദ്യമാണ്. ഖുൽ, നബിയെ അവരോട് ചോദിക്കൂ, മയ്യർസുഖുക്കും മിനസ് സമാഇ വൽ അർളി, ആകാശഭൂമികളിൽ നിന്ന് നിങ്ങൾക്ക് അന്നം തരുന്നവൻ ആരാണ്? അമ്മയ്യം ലകുസം അവൽ അബ്സാർ, എല്ലാം കാണുവാനും എല്ലാം കേൾക്കുവാനുമുള്ള സ്വതന്ത്രമായ സ്വയം കഴിവുകൾ ഉടമപ്പെടുത്തിയിട്ടുള്ള ശക്തി ആരാണ്? ജീവനുള്ളവയിൽ നിന്ന് അല്ലാത്തവയെയും അല്ലാത്തവയിൽ നിന്ന് ജീവനുള്ളവയെയും പുറപ്പെടുവിക്കുന്നവൻ ആരാണ്? സർവകാര്യങ്ങളും ഈ ലോകം മുഴുവൻ അടക്കി ഭരിച്ച് നിയന്ത്രിക്കുന്ന മുദബ്ബിർ ആരാണ് എന്നൊക്കെ അവരോട് ചോദിക്കൂ നബിയേ. അങ്ങനെ ചോദിച്ചാൽ അള്ളയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഫസയഖൂലൂന, അവരൊക്കെ പറയും അള്ളയാണെന്ന് അവർ പറയും. അപ്പ നബിയെ നിങ്ങൾ ആ അവസരം മുതലെടുത്തുകൊണ്ട് ഉടനെ അടുത്ത ചോദ്യം ചോദിക്കണം. ഫഖുൽ അഫലാ തത്തഖൂൻ, ഇതൊക്കെയാണ് നിങ്ങളുടെ വിശ്വാസമെങ്കിൽ പിന്നെ ഇതിന്റെയൊക്കെ ഉടമയായ സർവശക്തനായ റബ്ബിനെ മാത്രം സൂക്ഷിച്ച് നിങ്ങൾക്ക് ശിർക്കാകുന്ന ദോഷബാധകളില്ലെന്ന് ഒന്ന് വിട്ടുനിന്ന് മുത്തഖീങ്ങളായിക്കൂടെ? മാത്രമല്ല ഫദാലികുമുല്ലാഹു റബ്ബുകുമുൽ ഹഖ്, ഈ രൂപത്തിലുള്ള കഴിവുകളൊക്കെയുള്ളവനാണ് യഥാർത്ഥത്തിലുള്ള നിങ്ങളുടെ റബ്ബായ അല്ലാഹു. ഫമാദാ ബഅദൽ ഹഖ് ഇല്ലല്ലാൽ, സത്യം വ്യക്തമായി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ശേഷം പിന്നെ വഴികേടല്ലാതെ മറ്റെന്തിലേക്കാ നിങ്ങൾ പോകുന്നത്? അതുകൊണ്ട് ഫഅന്നാ തുസ്റഫൂൻ, ഹഖിൽ നിന്ന് പിന്നെ നിങ്ങൾ എങ്ങനെയാണ് തെറ്റിക്കപ്പെടുന്നത് ജനങ്ങളെ എന്ന് ചോദിക്കൂ നബിയേ എന്ന് സൂറത്ത് യൂനുസിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, അറേബ്യൻ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്ന ആ വിശ്വാസത്തിന്റെ ഒരേകദേശം തനിപ്പകർപ്പെന്ന് പറയാവുന്ന നിലക്കുള്ള വിശ്വാസങ്ങൾ ഈ സമൂഹത്തിന്റെ മുമ്പിലേക്ക് നിങ്ങളും കയറ്റിക്കൊണ്ട് വന്നതുകൊണ്ടാണ് അവരുടെ വിശ്വാസത്തിന്റെ മാതൃകകൾ എന്തായിരുന്നുവെന്ന് നിങ്ങളോട് പറയേണ്ടി വരുന്നത്. അതല്ലാതെ അവരെ പോലെ നിങ്ങൾ അബൂജഹിലിനെ പോലെയാണ് നിങ്ങളെന്ന് പറയാനല്ല. അബൂജഹിലിനെ പോലെ നിങ്ങളാവല്ല മുസ്ലിയാക്കളെ. അറേബ്യൻ മുശ്രിക്കുകളെ പോലെ നിങ്ങൾ പെട്ടുപോകല്ലേ എന്ന് സ്നേഹം കൊണ്ടാ നിങ്ങളോട് പറയുന്നത്. അവരുടെ വിശ്വാസം നിങ്ങളിലുണ്ട്, അത് നിങ്ങൾ മാറ്റിയിട്ട് യഥാർത്ഥ തൗഹീദിലേക്ക് മടങ്ങണേ. ഇതാണ് നമുക്ക് അവരോട് പറയാനുള്ളത്. നാദാപുരം ഖണ്ഡനം നിങ്ങൾ ഓർക്കാത്തവരുണ്ടാകുമോ? അവിടെ എത്ര ദിവസങ്ങളിൽ ഇതിന് മറുപടി പറഞ്ഞിട്ടുണ്ടെന്നോ? എന്ത്? അറേബ്യൻ മുശ്രിക്കുകൾ അള്ളാനെ അംഗീകരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഇക്കാര്യം ഇവിടെ പറഞ്ഞതുപോലെ അവിടെ പറഞ്ഞപ്പോ അവിടെ വന്ന സഖാഫി, പേരോട് സഖാഫി എന്താണ് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചത്? അത് നമ്മൾ പറയുന്ന അള്ളയല്ല, അത് വേറൊരു അള്ളയായിരുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്ന അള്ളയിലല്ല അവർ വിശ്വസിച്ചത്. അവർ വേറെ എന്തൊക്കെയോ ഒരു സഭ, ഒരു ദൈവീക സഭ തട്ടിക്കൂട്ട് മുന്നണി ദൈവീക സഭയുണ്ടാക്കിയിട്ട് അത് സുലൈമാൻ സഖാഫി മണ്ണാർക്കാട് സംവാദത്തിലും ഇത് തന്നെയാ പറഞ്ഞത്. അങ്ങനെ ആ ഒരു പ്രത്യേകമായ കൂട്ടുമുന്നണി സഭ, അതിന്റെ നേതാവിന് അവര് അള്ളാന്നാണ് പേര് കൊടുത്തതാണ്. അതല്ലാതെ മുഹമ്മദ് മുസ്തഫ അവരോട് പറഞ്ഞ അള്ളയല്ല എന്ന് പറയാൻ എത്രയാണ് ഇയാള് സമയം ചെലവഴിച്ചത്? അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹു എന്ന പരമമായ ഒരു ദൈവം, ആ ദൈവത്തിലായിരുന്നു ദൈവിക
സഭയിലായിരുന്നു അവർ പറഞ്ഞ് വിശ്വസിച്ചിരുന്നത്. മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ അല്ലാഹു അല്ല മൗലവി സാഹിബേ. ഇപ്പോഴോ അവസാന കാലത്ത് ഇതാ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് വരെ ആ ഹക്ക് മനസ്സിലായിപ്പോയി. തങ്ങൾ വന്ന കാലത്ത് അബൂജഹലിന്റെയും അനുയായികളുടെയും ശ്രദ്ധയിൽ പെടുത്തിക്കൊണ്ട് ഈ ആകാശഭൂമി ചരാചരങ്ങളെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അല്ലാഹു ആണെന്ന് അവർ പറയും. അതാണ് ഖുർആൻ പറയുന്നത്, വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള ലയഖൂലുന്ന അല്ലാഹ്. ആകാശത്തെയും ഭൂമിയെയും പടുത്തത് ആരാണ് എന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും അല്ലാഹുവാണ്. ഒരു മിനിറ്റ് അവിടെ നിൽക്കട്ടെ. അള്ളാഹുവിനെ നിഷേധിച്ചവരല്ല അന്നത്തെ മുശ്രിക്കുകൾ. കാരണം ആകാശഭൂമികൾ സൃഷ്ടാവ് ആരാണെന്ന് ചോദിച്ചാൽ അറേബ്യൻ മുശ്രിക്കുകളും അല്ലാഹ് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അവര് അള്ളാഹിനെ നിഷേധിച്ചവരായിരുന്നില്ല. പിന്നെന്താ തകരാറ്? പറയട്ടെ. അത് ഖുർആൻ തന്നെ മറ്റു സ്ഥലത്ത് പറയുന്നു, വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി. അള്ളാഹ് പറയാതല്ലാതെ അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ അവർ അറിഞ്ഞില്ല. അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ അവർ മനസ്സിലാക്കിയില്ല. അതുകൊണ്ടാണ് അവർ മുശ്രിക്കീങ്ങളിൽ പെട്ടുപോയത് എന്ന് ഖുർആൻ തന്നെ പ്രത്യേകമായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ അള്ളാഹുവിനെ അറിയാതെയായി പോയത് എന്തുകൊണ്ടാണ്? അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിക്കാത്തത് കൊണ്ടും ആ നബി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതനുസരിച്ച് നാം മനസ്സിലാക്കാത്തത് കൊണ്ടുമാണ്. അപ്പൊ സഹോദരങ്ങളെ, ഇപ്പൊ ഇദ്ദേഹവും അംഗീകരിച്ചു എന്ത്? അറേബ്യൻ മുശ്രിക്കുകളും അള്ളാനെ തള്ളിയത് കൊണ്ടല്ല മുശ്രിക്കായത്, മറിച്ച് അവരും അള്ളയാണ് തന്നെയാണ് എല്ലാം പഠിച്ചത്, എല്ലാം കഴിവുള്ളതൊക്കെ അള്ള തന്നെയാണ്. പക്ഷേ അവരിൽ പറ്റിയ തകരാറെന്താണ്? അള്ളാഹിനെ പറ്റി പറയാൻ പാടില്ലാത്ത പലതും അവര് പറഞ്ഞു. അള്ളാഹിനെ മനസ്സിലാക്കേണ്ട വിധത്തിലല്ല മനസ്സിലാക്കിയത്. അതന്നെ സമസ്തക്കാരെ നിങ്ങൾക്കും സംഭവിച്ചത്. നിങ്ങൾ അള്ള പറയാത്ത പലതും ഇവിടെ പറഞ്ഞു. അള്ളാഹു അവന്റെ അടിമകളില്ലെന്ന് ചിലരെ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അള്ള നിശ്ചയിച്ചിട്ടുണ്ടോ? എന്താക്കിയിട്ട്? ഖുതുബുൽ ആലമാക്കി നിശ്ചയിച്ചിട്ടുണ്ട് എന്നാ നിങ്ങൾ പറയുന്നത്. മുദബ്ബിറുൽ ആലം, ലോകത്തിന്റെ മൊത്തം കൺട്രോളറായി ഇവിടെ അള്ളാഹു ഔലിയാക്കളെ നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ് നിങ്ങൾ അള്ളാന്റെ പേരിൽ കള്ളം പറയുന്നത്. അള്ളാഹു കേൾക്കും പോലെ കേൾക്കുന്നവരെ അള്ള ഇവിടെ നിശ്ചയിച്ചിട്ടുണ്ടെന്നാണ് നിങ്ങൾ അള്ളാന്റെ പേരിൽ കള്ളം പറയുന്നത്. അള്ള കാണും പോലെ എല്ലാം കാണാനുള്ള കഴിവുള്ളവരെ അള്ള ഇവിടെ നിശ്ചയിച്ചു തന്നിട്ടുണ്ട് എന്നാണ് നിങ്ങളും അള്ളാഹുവിനെ കുറിച്ച് അരുതായ്മകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കും യഥാർത്ഥത്തിൽ ഇവിടെ ശിർക്ക് സംഭവിച്ചിട്ടുള്ളത്. ഇതൊന്നും എന്റെ വകയല്ലല്ലോ. ഓ മുസ്ലിയാക്കളെ, നിങ്ങൾ ഇവിടെ മറുപടിക്ക് വരുന്നുണ്ട് എന്നാണല്ലോ പറയുന്നത്. വളരെ നല്ല കാര്യമാണ്. ഞാൻ പറയുന്ന പോയിന്റുകളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് പറയണം നിങ്ങൾ മറുപടി.